നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകീകരിച്ചിട്ടുള്ള തുകയല്ല, 1 രൂപയല്ല ഇന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. SFI അതിൻ്റെ എല്ലാവിധ സംസ്ഥാനത്ത് എങ്ങനെയാണ് ഈ ബസ് ഓണേഴ്സും പ്രൈവറ്റ് ബസ് മുതലാളിമാരും ജീവനക്കാരും ഒക്കെ വിദ്യാർത്ഥികളെ ഒരു രണ്ടാം നില യാത്രക്കാരായി കണ്ട് എന്തൊക്കെ വിഷയങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഒരു വിദ്യാർത്ഥി ഉൾപ്പെടെ പേരാമ്പ്രയിൽ മരണപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ മാറ്റവും പൊതുവിൽ വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു അന്തരീക്ഷവും ഇല്ലാതെ ഇങ്ങനെ കേവലപരമായി സാമ്പത്തിക നേട്ടത്തിന് പൈസ കൂട്ടുന്നത് ഗുണം ചെയ്യില്ല എന്നും അത് ഈ പറഞ്ഞ രൂപത്തിലല്ല. ഇപ്പോൾ ഇവരിപ്പോൾ പറഞ്ഞ രവിരാമൻ കമ്മിറ്റിയുടെ 2 മുതൽ 2 രൂപയിൽ നിന്ന് 10ലേക്ക് എത്തിക്കുന്ന രൂപത്തിലായാലും അത് നടപ്പിലാവാൻ വേണ്ടി പോകുന്നത് പൊതുവിൽ വലിയ ഹൈക്കിലേക്ക്, വലിയ വർധനവിലേക്ക്, വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് വലിയൊരു തുക വാങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ള ആശങ്ക SFI പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ഈ പറഞ്ഞ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പോലും ബസ് ഉടമകൾ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു ചർച്ചയ്ക്കുള്ള തലം പോലും അവിടെ ഉയർന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള തീരുമാനപ്രകാരം ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. തുടർന്നുള്ള ചർച്ചയെ സംബന്ധിച്ച് പിന്നീട് അറിയിക്കാം എന്നവർ അറിയിച്ചിട്ടുണ്ട്. ബസ് ഓണേഴ്സ് പൂർണ്ണമായും അതിനോട് ഈ പറഞ്ഞ രവിരാമൻ കമ്മിറ്റിയെ പോലും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്.